ഹാബിറ്റേറ്റ് ഗ്രൂപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം കൂടെയാണ്. അതിനോർത്തെടുക്കുന്ന വഴികളുണ്ട്. അത് വളരെ ദീർഘമായിട്ടുള്ള യാത്രയുടെ വഴികളാണ്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ, മിഡിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ ചില സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ട്, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ചില ഹൃദയബന്ധങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നിയോഗം എനിക്ക് ലഭിക്കുകയുണ്ടായി. അന്ന് ശാസ്ത്രത്തെ കൂടുതൽ ജനകീയവൽക്കരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ജനകീയ നന്മയ്ക്ക് വേണ്ടി ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് നടന്ന ഒരു യജ്ഞമുണ്ടായിരുന്നു. അതായിരുന്നു അക്ഷരങ്ങളിലൂടെ ഉള്ള ശാക്തീകരണത്തിൻ്റെ യജ്ഞം. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പണ്ടത്തെ ഞങ്ങൾ കൗതുകപൂർവ്വം പറയാറുണ്ട്, നീ ബൂർഷ്വയാണെന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു പെറ്റി ബൂർഷ്വ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. ദാരിദ്ര്യമൊന്നും അനുഭവിച്ചിട്ടില്ല. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. പക്ഷേ അന്നത്തെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാനൊരു പ്ലോററ്റേറിയൻ ക്ലാസ്സിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നാണ്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് ജീവിതത്തിലുടനീളം സർക്കാർ വിദ്യാലയത്തിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളുമായിട്ട് ഒത്തുചേരുന്ന രീതിയിലുള്ള, അങ്ങനെ അവരെ തിരിച്ചറിയാനുള്ള അദമ്യമായ ആഗ്രഹം എനിക്ക് മിഡിൽ സ്കൂൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു ഭാഗ്യം പോലെ ഈ നിയോഗം എനിക്ക് കിട്ടുന്നത്. ആ നിയോഗം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവരെ അക്ഷരങ്ങളിലൂടെ ശാക്തീകരണത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ള സന്ദേശം. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 50 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യമാണ്. അന്ന് ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഈ ഇവരുടെ ഫിഷർമെൻ വില്ലേജസിൽ, ഇത്തരം ഗ്രാമങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ ചെന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. സ്കൂളിൽ നിന്ന് വൈകുന്നേരം വീട്ടിൽ ബസ് വന്നിട്ട് വേണം, 5 മണിക്ക് ഒരു യാത്ര തുടങ്ങിയാൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അവിടെ 2-3 ബസ് കയറിയിട്ട് വേണം ഈ കടലോര ഗ്രാമങ്ങളിൽ എത്തേണ്ടത്. ഇനി സ്കൂൾ വിദ്യാർത്ഥി, ഒരു കൊച്ചു വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ അപ്പോഴേക്കും അവർ യുടെ മധ്യാമങ്ങളിലൊക്കെയാണ് അവർ തിരിച്ചു വരുന്നത്. നഗരവീഥികളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഈ മീൻമണവുമായിട്ട് ഈ സ്ത്രീകൾ തിരിച്ചു വരുന്നു. അപ്പോൾ അവർ കുളിച്ചിട്ട് ആഹാരം പാചകം ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി എനിക്ക് തന്നിട്ട്, കാരണം തിരിച്ചു വരാനപ്പോഴത്തേക്ക് ബസ്സൊന്നും കിട്ടില്ല, അവരുടെ കൂടെ ഈ ഒരു വേള സഞ്ചരിക്കുവാനായിട്ട് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാനായിട്ടൊക്കെയുള്ള ഒരു ഭാഗ്യം, ഒരു പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പാഠങ്ങൾ സമ്മാനിച്ച ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്നാണ് ഇല്ലാത്തവരെ കാണുന്നത്, നാളുകളില്ലാത്തവരെ കാണുന്നതെന്നാണ്. നമുക്കൊക്കെ, ഞാനിപ്പോഴാണ് ഈ പ്രായത്തിലും എത്രമേൽ സ്വപ്നങ്ങളെ അടുക്കി വെച്ചാണ് ഞാൻ എന്നെപ്പോലുള്ളവർ ജീവിക്കുന്നത്. പക്ഷേ സ്വപ്നങ്ങളില്ലാത്തൊരു സമൂഹം, നാളുകളില്ലാത്തൊരു സമൂഹം, നിസ്വരായ ആൾക്കാരുടെ സമൂഹം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു സമൂഹം, ഒരു നേരം ഭക്ഷണം അതിൽ തൃപ്തിയാവുന്ന, വേവലാതികളില്ലാതെ തൃപ്തിയാവുന്നൊരു സമൂഹം, ദാരിദ്ര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള പരിച്ഛേദം ഞാൻ ആദ്യമായിട്ടാണ് ഇവരിൽ കൂടെയാണ് കാണുന്നത്. അന്ന് മനസ്സിൽ തോന്നിയാക്ഷരങ്ങൾ പോലെ ഞാൻ കുറിച്ചിട്ടിരുന്നു. ഞാൻ എന്ത് പഠിച്ചാലും, ഞാൻ എന്ത് ചെയ്താലും ഈ സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന രീതിയിൽ എൻ്റെ വിദ്യയെ അതുവഴി, വിദ്യയിൽ കിട്ടുന്ന അറിവുകൾ അതുവഴി എനിക്ക് തിരിച്ചു വിടണം എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് ആർക്കിടെക്ചർ എടുക്കുവാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. എനിക്ക് തീരുമാനം എടുക്കുന്നതിൻ്റെ പുറകിലൊരിതുണ്ട്. കാരണം ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. കാരണം വീടില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാമല്ലോ എന്നുള്ള, അതിൽ കൂടെ രൂപകൽപ്പനയുടെ ഭാഗത്താണെങ്കിലും അങ്ങനത്തെ അത്ര ഒരു പ്രാഥമിക ധാരണയിൽ വെച്ചിട്ടാണ് അത് എൻ്റെ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്കൊരുപാട് സാധ്യതകളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആർക്കിടെക്ചർ അച്ചീവ് ചെയ്തത്. ഞാൻ 4 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ പഠിക്കുന്ന വേളയിൽ ഞാൻ വളരെ കഠിനമായ ഖേദത്തോടെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ള അകലം എന്നെ ഏറെ വേദനിപ്പിക്കുക മാത്രമല്ല,
പിന്നെ കലാപത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, ഇന്ത്യൻ കുടുംബം എന്ന് പറയുന്നത് 3-4 മക്കളുള്ള അച്ഛനമ്മയുള്ള ഒരു സാധാരണ ഇന്ത്യൻ കുടുംബം. അവർക്ക് 2-3 സെൻറ്റ് സ്ഥലം. അന്നത്തെ രീതിയിലായിരുന്നു, ഞാൻ പറയും 10-40 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്നത്തെ രീതിയിൽ ഒരു 10,000 രൂപയ്ക്ക് ഒരു വീട് വയ്ക്കാൻ കഴിയുമോ? നിശ്ചിതമായ വരുമാനത്തിൽ താമസിക്കുന്ന ഉള്ളവർക്ക് വളരെ ചെറിയ സ്ഥലത്ത്. ഐ തോട്ട് ദാറ്റ് വാസ് ഇന്ത്യൻ റിയാലിറ്റി. ഇന്ത്യൻ യാഥാർത്ഥ്യം അതാണെന്നുള്ള ഒരു ഇതിനകത്ത് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ പഠിപ്പിച്ചിരുന്നില്ല. അതിന് പകരം an excess of reformist റിനൈസൻസ് ആർക്കിടെക്ചർ, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം പടുത്തുയർത്തിയ കൊളോണിയൽ ആർക്കിടെക്ചറിൻ്റെ വികൃതമായിട്ട് രൂപങ്ങൾ, അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അതല്ല എനിക്ക് ആവശ്യം. ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ അധ്യാപകരോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, ഐ വോണ്ട് ടു നോ അബൌട്ട് ഇന്ത്യൻനെസ് ഇൻ ആർക്കിടെക്ചർ. ഭാരതീയത, ഈ നമ്മുടെ വാസ്തുശില്പത്തിൽ ഭാരതീയത, ഭാരതത്തിലെ സാമൂഹ്യ അവസ്ഥയുമായിട്ട് എങ്ങനെയാണ് സമരസപ്പെട്ടു പോകുന്ന ഒരു ശൈലി എന്നെ പഠിപ്പിക്കാമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. പക്ഷേ അതിനൊരിക്കലും ഉത്തരം തന്നിരുന്നില്ല. പക്ഷേ അപ്പോൾ ഉത്തരം തേടിയുള്ള യാത്ര എന്നെക്കൊണ്ട് നിർത്തിച്ചത് ഈ ഇത്തരം ഒരു മേഖലയിൽ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സർക്കാരിനൊരു പക്ഷേ ഒരൊറ്റ ഒപ്പിലൂടെ, ഒരു വിധിയിലൂടെ നമ്മുടെ ജനങ്ങളുടെ തലവരെ മാറ്റാമെന്നുള്ളതാണ്. ഇന്ത്യയിലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് വെക്കണം, വീട് തരാം എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകാനൊക്കും. പക്ഷേ ഭാരതത്തിലെ ഞാൻ പഠിച്ച് പാസ്സാവുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയത്, സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ് ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി ഉണ്ടായിരുന്നു. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഒരു നേരം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് നമ്മളന്ന് വിശ്വസിച്ചിരുന്നത്. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, വീടില്ലാത്ത കാര്യത്തിൽ ഒരിക്കലും ഇന്ത്യൻ ഭരണകർത്താക്കൾ അക്ഷന്തവ്യമായിട്ടുള്ള ക്രൂരതയാണ് കാണിച്ചത്. ഒരിക്കലും നമ്മുടെ ഈ സ്വപ്നങ്ങളുടെ പ്രതിഫലനമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളിലൊന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ട് ബർമിംഗ്ഹാം സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ചെന്ന് എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. അന്ന് നടന്നൊരു സംഭവം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. ഞാൻ പഠിച്ചത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു സർവകലാശാലയിലെ അധ്യാപകൻ. അദ്ദേഹം 100 കണക്കിന് മൈലുകൾ താണ്ടി കാർ ഓടിച്ച് എന്നെ വന്ന് കണ്ടിരുന്നു. അയാൾക്കൊറ്റ ആവശ്യമാണ്, അയാളുടെ യൂണിവേഴ്സിറ്റി ന്യൂ കാസിൽ ഓൺ ടൈൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഹൗസിങ്ങിൻ്റെ ഒരു വിഭാഗം തുടങ്ങണം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണം. ആ ഹൗസിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് ഞാൻ രൂപീകരിക്കണം, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഉണ്ടാക്കണം അതിൻ്റെ ഇതിനായി. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരു വേള ഞാൻ പകച്ചുപോയി എന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളമൊഴിക്കാത്ത പാല് കുടിക്കുന്നത് ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ചാണ്. കറുമുറ തിന്നുന്ന പച്ച ആപ്പിളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയും കഴിക്കുകയും ചെയ്യുന്ന ഇതാണ്. ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ലൈറ്റുകൾ അണഞ്ഞിരുന്നില്ല. 6:43 എൻ്റെ പോസ്റ്റ് വാൻ വരുന്ന സമയമുണ്ടെങ്കിൽ 6:43 ഇത്രയും കൃത്യനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൽ ആണ് ഞാൻ. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞാൻ ഇംഗ്ലണ്ടിൽ കൂടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെയോട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, തിരുവനന്തപുരത്തുള്ള അമ്മയെ ഞാൻ, അന്ന് ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ ഒരു കത്തെഴുതി ചോദിച്ചു, അമ്മ ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എന്നോട് കണ്ണും അടച്ച് അതെടുക്കുക, കാരണം ഇതൊരു ജീവിതത്തിലൊരു മാന്ത്രിക നിമിഷമാവും. നീ ചെറുപ്പക്കാരൻ ഒരാൾ ഇത്രയും വലിയ ഒരു സാമ്പത്തിക പരിരക്ഷയുള്ള ഒരു ഉദ്യോഗം, ലോകത്തിൽ മുഴുവൻ നിനക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, വർക്കിനുള്ള സ്വാതന്ത്ര്യം ഒക്കെ കിട്ടുന്നൊരു രാജ്യം, അതല്ലേ വലുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയെ മറന്നേക്കൂ, ഞാനിവിടെ കഴിഞ്ഞോളാം, നീ നന്നാവുകയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കേട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരാഴ്ച അതിനെപ്പറ്റി ആലോചിച്ചു. അത് കഴിഞ്ഞ് ഈ രണ്ടാമത് ഈ പ്രൊഫസർ ഇത്രയും ദൂരം കാറോടിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ തന്ന ഔദാര്യത്തിന്, കനിവിന് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഇന്ത്യ മഹാരാജ്യം ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടനവധി അവസരങ്ങൾ തരും. ഇവിടെ പാവപ്പെട്ടവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ എൻ്റെ വാസ്തുശില്പത്തിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ അവർ കൈപിടിക്കാനുള്ള അനവധി അവസരങ്ങൾ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത് കിട്ടും. നിങ്ങളുടെ രാജ്യത്ത് അത് കിട്ടില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. താങ്കൾ എനിക്ക് വേണ്ടി ഒരാഴ്ച കാത്തിരുന്നു. പക്ഷേ ഇന്ത്യയിൽ
ഞാൻ അന്ന് ഒരു കവിയെ ഞാൻ ഓർത്തുപോയി. കാരണം ഇന്ത്യയിൽ ജനിക്കുന്നതും ഇന്ത്യയിൽ ജീവിക്കുന്നതും ഇന്ത്യയിൽ മരിക്കുന്നതും സുഹൃതം ഉള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള കവിവചനം ഓർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെൻ്റെ ഒരു ഭാഗ്യമാണ് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഇതിലാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ട് ഞാൻ വെറുതെ ഇരുന്നില്ല. കാരണം എനിക്ക് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർക്കാർ ജോലിയിലേക്ക്, ഒരു താൽക്കാലിക സർക്കാർ ജോലിയിലേക്ക് ഞാൻ കടന്നുപോയി. അപ്പം അവിടെ ചെന്നിട്ട് സർക്കാർ ജോലിയിൽ ചെന്ന് വെറും മാസങ്ങളോട് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുക, അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ ശമ്പളം എനിക്ക് കിട്ടുമായിരുന്നു, ശമ്പളം വാങ്ങിക്കുക. പക്ഷേ എനിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഹൗസിംഗ് ബോർഡിലിരുന്നിട്ട്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെ താൽക്കാലിക ജീവനക്കാർ ഹൗസിംഗ് ബോർഡ് എങ്ങനെ പുനർക്രമീകരിക്കണം, അങ്ങനെ പുനർക്രമീകരിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഹൗസിംഗ് രംഗത്തെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു നമ്മുടെ ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉൾപ്പെടെ, അത് ഓഫീസിൽ ആരൊക്കെ വേണം, എല്ലാ വിഭാഗങ്ങളും നോക്കിയിട്ട് ഒരു പഠന റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കി കൊടുത്തു. അത് സ്വാഭാവികമായിട്ടും പോകേണ്ട സ്ഥലത്ത് ചവറ്റുകുട്ടയിൽ തന്നെ പോയി എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചിരുന്നില്ല, ഞാൻ വെയിലത്ത് കിടക്കാൻ ഞാൻ തീരുമാനിച്ചെന്നാണ്. അന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അതിന് ഞാൻ വിട്ടുമാറിയിട്ടില്ല. ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് സമൂലമായിട്ട് മാറ്റം വരുത്തണമെങ്കിൽ അണ്ണാർക്കണ്ണനും തന്നാലായതുപോലെ സന്നദ്ധ സേവകർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചത്. അതിപ്പോൾ അടിവരയായിട്ട് കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. കാരണം ഭരണകൂട കർത്തവ്യങ്ങളിൽ നിന്ന് തന്നെ ഈ നമ്മുടെ ഭരണം മാറുന്ന, ആഗോളീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറുന്ന ഒരു കാലയളവിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു വോളണ്ടറി ആക്ഷൻ ഇത് ഉള്ളി ആൻസർ. അങ്ങനെയാണ് ഞാൻ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ഞാൻ രൂപം കൊടുക്കുന്നത്. ഞാൻ ഈ സംഘടനയുടെ ഈ ജന്മകാലത്ത് ഞാൻ സംഘടന എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഒരാളിൽ നിന്നും, ഒരു കൊച്ചു മുറിയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണത്. ആ വഴികൾ ഓർത്തെടുക്കുന്നതിൽ എനിക്ക് വേറെ വിങ്ങല വിഷമമുണ്ട്. കാരണം ഈ നീഷെ പറഞ്ഞിട്ടൊരു വാചകമുണ്ട്, ജർമ്മൻ ചിന്തകനായിട്ട്, ഒന്നിനും പൂജ്യത്തിനും ഇടയ്ക്കുള്ള ദൂരം അനന്തമാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് ആ ഒരു ജീവിത വേളയാണ്. ഞാൻ പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാൻ അന്നേ എനിക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ധാരണയുണ്ട്. ഞാൻ ഇത്തരം വീടുകളെ ചെയ്യുള്ളൂ, ഇത്തരം കെട്ടിടങ്ങളെ ചെയ്യുള്ളൂ. അതായത് സെൻസിറ്റീവായിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇന്നത്തെ പോലെ പരിസ്ഥിതി സൗഹാർദ്ദപരം എന്നുള്ള വാക്കൊന്നുമില്ല. ഞാൻ ജനസൗഹാർദ്ദപരമായിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിക്കുമ്പോൾ എനിക്ക് ഒരുപാട് തിയേറ്ററുകൾ, ഈ കമേഴ്ഷ്യൽ കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള കെട്ടിടങ്ങൾ കിട്ടും. പക്ഷെ അതില്ല. എന്നെ വിശ്വസിക്കുന്ന ഒരാൾ, എൻ്റെ ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നെങ്കിലും എൻ്റെ ഓഫീസിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നത് 6 മാസങ്ങളാണ്. 6 മാസം ഞാൻ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഇല്ലായ്മയുടെയും വലിയ ഒരു ലോകത്തിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു നിന്നു എന്നുള്ളത് ഇന്നും ഞാൻ ഉദ്വേഗത്തോടെ തീർച്ചയായിട്ടും ഓർത്തെടുക്കുന്ന കാര്യം. എങ്ങനെ പിടിച്ചു നിന്നു എന്നറിയില്ല. പക്ഷേ ആ ഒരു ദൂരം, എൻ്റെ കാത്തിരിപ്പിൻ്റെ ദൂരം, എൻ്റെ ധാരണകളെപ്പറ്റി കൂടുതൽ അത് ദൃഢമാക്കാനായിട്ട് എന്നെ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അന്ന് ഇതൊന്നും വേണ്ട, ജീവിക്കാനായിട്ട് എന്തും ഞാൻ ഒത്തുതീർപ്പുകൾക്ക് വശംവദമാകാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിസ്മയകരമായ വഴിയിലേക്ക് ഒരിക്കലും ഞാൻ തിരിയില്ലായിരുന്നു. കാശുണ്ടാക്കുമായിരുന്നു, ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്ന ഒരു സാധനം, ഒരു കമേഴ്ഷ്യൽ ആർക്കിടെക്ചറായിട്ട് ഞാൻ അതപ്പതിച്ചേരും. പക്ഷേ ഇല്ലെങ്കിലും ഞാൻ നിന്ന വഴി, ഞാൻ കാത്തിരുന്ന വഴികൾ അവസാനം തുറന്ന് തരികയാണ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഓർത്തെടുക്കുന്നത് എൻ്റെ കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ, ഞങ്ങൾ ഇവിടുത്തെ സാംസ്കാരിക സദസ്സുകളിൽ എൻ്റെ ഒരു ചങ്ങാതിയായിരുന്ന ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഫിലിപ്പായിട്ടൊരു ബന്ധം എന്ന് വെച്ചാൽ സിനിമ കാണുന്ന ഒരാളാണ്. അയാൾ ഒരു ദിവസം എൻ്റെ ഒരു തിയേറ്ററിൽ വെച്ചിട്ട് പറഞ്ഞു, അങ്ങനെ എനിക്കൊരു വീട് വെക്കണം, ഞാൻ വട്ടിയൂർക്കാവിലൊരു വീട് വെക്കാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, നീ അത് ചെയ്താണെന്ന്. അപ്പോൾ എൻ്റെ കൂടെ നടന്നുപോയ ഒരാളുടെ വലിയൊരു ഗാഢമായ സ്വാധീനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ശ്രീ ലോറി ബേക്കർ ഒരു അദൃശ്യ ശക്തി. അതായത് കെട്ടിടത്തിൽ പുതിയ മാതൃകൾ സൃഷ്ടിച്ച, ലാവണ്യത്തിൻ്റെ ഒട്ടേറെ മാതൃകൾ സൃഷ്ടിച്ച, സൗന്ദര്യത്തിൻ്റെ പുത്തൻ മാതൃകൾ സൃഷ്ടിച്ച, നമ്മുടെ കേരളക്കരയുടെ സാമൂഹിക കാലാവസ്ഥയുമായിട്ട് ഒത്തുചേരുന്ന നിർമ്മിതികൾ എൻ്റെ ചുറ്റും വന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ വാസ്തുശില്പത്തിലേക്ക് തിരിയുന്നത്. അദ്ദേഹമായിരുന്നു വാക്കും പൊരുളും തമ്മിൽ
ഒരു വ്യത്യാസമില്ലാത്ത ഒരേ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ശ്രീ ലോറി ബേക്കറിൻ്റെ ആയിരുന്നു. ആ ലോറി ബേക്കർ തീർച്ചയായിട്ടും ഒരു വഴി വിളക്കുമരം പോലെ എൻ്റെ ജീവിതത്തെ എന്നും ജീവിതം. അദ്ദേഹത്തിന് കൂടെ പലരും ധരിക്കുന്നതോടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങൾ ഇപ്പോഴും എന്നെ ഈ പ്രായത്തിലും എൻ്റെ ഏത് പ്രതിസന്ധികളിൽ തളരുമ്പോഴും ആ കെട്ടിടങ്ങൾ എനിക്ക് വലിയ ഊർജ്ജമാണ് തരുന്നത് എന്ന് ഞാൻ ഓർത്തെടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം തുടങ്ങി. അന്ന് ഈ ഫിലിപ്പിൻ്റെ വീട് വയ്ക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പകുതി സമയം ഒരു 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 ആർക്കിടെക്റ്റിൻ്റെ മാൻറ്റിൽ എന്ന് പറയും, വേഷോണി. പകുതി സമയം ഇതൊക്കെ എടുത്ത് മാറ്റി കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മേസ്തിരി പണിയും കൂടി ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ടെക്നോളജി മാത്രമല്ല മെറ്റീരിയൽസിനെ തൊട്ടറിയാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളാണ് സൃഷ്ടിച്ചിട്ട്. ഈ മെറ്റീരിയലിനെ തൊട്ടറിഞ്ഞ് ഉള്ള ഒരു പുത്തൻ ഒരു ശാസ്ത്രം, അതിൽ കൂടെയുള്ള ഒരു വികാസം, വാസ്തുശില്പത്തിൻ്റെ ഒരു ജൈവിക ഒരു ഒരു സത്ത ഞാൻ ഒരുപക്ഷെ കണ്ടെത്തുന്നത് ഈ നമ്മുടെ ഈ മെറ്റീരിയൽസ് മണ്ണിനെ തൊടുമ്പോഴുണ്ടാകുന്ന ഒരു കുളിരുണ്ട്. ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് മണ്ണിനെ തൊടുമ്പോൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിസിറ്റി, വേഴ്സിറ്റാലിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എന്താ പറയുന്നത് അപാരമായിട്ടുള്ള ഒരുപാട് സാധ്യതകളൊക്കെ വിരലിൽ കൂടെ തൊട്ടറിയും ഞാൻ മേസ്തിരി പണി ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയാണ് ഞാൻ ഒരു ആർക്കിടെക്റ്റായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വളർന്നു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ഇത്തരമൊരു കാലഘട്ടമാണ്. അതിൽ കൂടെ ഞാൻ യഥാർത്ഥത്തിൽ ഈ നിർമ്മാണത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മുടെ കോളേജിലോ ഒരു യൂണിവേഴ്സിറ്റിയും തരാത്ത ബാലപാഠങ്ങൾ എൻ്റെ മേസ്തിരിമാരിൽ കൂടെ ഞാൻ പഠിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു യാതനയുടെ കാലഘട്ടമായിരുന്നു. എനിക്ക് അടുത്ത് അവിടെ എനിക്ക് ഓർമ്മയുണ്ട് അങ്കമാലിയിലും കായംകുളത്തൊക്കെ എൻ്റെ ആദ്യ കെട്ടിടങ്ങൾ വന്നിരുന്ന കാലത്ത് അന്ന് സത്യം പറഞ്ഞാൽ ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുക്കാൻ പോലും സാധ്യതയില്ല. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ വർത്തമാന പത്രവുമായിട്ട് രാത്രി 1 മണിക്ക് ഇവിടുന്ന് ബസ്സിൽ കയറി ഒരു 4-4:30 മണിയാകുമ്പോൾ കായംകുളത്ത് എത്തുകയാണെങ്കിൽ കായംകുളമല്ല നമുക്ക് അതിനപ്പുറത്തുള്ള നൂറനാട് പോലെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ വീട് വയ്ക്കാനായിട്ട് ആദ്യത്തിൽ എന്നെ വിശ്വസിച്ച ആൾക്കാർ വന്നത്. അപ്പോൾ ഈ തലേ ദിവസത്തെ ഈ വർത്തമാനപത്രം രാത്രി 3 മണിക്ക് വെളിച്ചമില്ലല്ലോ, അവിടെ വന്നിറങ്ങി അവിടെ പത്രത്തിൽ കിടന്നുറങ്ങി, പത്രം വിരിച്ച് കിടന്നുറങ്ങി, അവിടുത്തെ പൊതു ശൗചാലയമൊക്കെ ഉപയോഗിച്ചിട്ടാണ് രാവിലെ നടന്ന് ഈ സൈറ്റുകളിലേക്ക് 10-12 കിലോമീറ്റർ താണ്ടിയിരിക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതയാത്ര തുടങ്ങി. ആദ്യ വർഷം 1987 കാലഘട്ടത്തിൽ ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തിരുവനന്തപുരം ഉൾപ്പെടെ 13 കെട്ടിടങ്ങൾ ഞാൻ ചെയ്യുകയുണ്ടായി. 3 വർഷം കഴിഞ്ഞ് 1987 13 കെട്ടിടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കണക്കിൻ്റെ ഭാഷയിൽ ഗണിതശാസ്ത്രത്തിൽ പറയും ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അത് നേരെ ഇങ്ങനെ പോകുന്നതാണ്. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ നേരെ കുത്തനെ വളരുന്നതാണ്. 1990-കളായപ്പോഴത്തേക്ക് ഞാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ഒന്നിൽ നിന്ന് 0-ൽ നിന്ന് 1-ലേക്കും 1-ൽ നിന്ന് 13-ലേക്കും 13 1000-ലേക്ക് മാറാനായിട്ട് എനിക്ക് 2-3 വർഷങ്ങൾ മാത്രമേ വേണ്ടി വരുന്നില്ല. കാരണം വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ്. ഈ സ്വീകാര്യത ലഭിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത്രയും മനസ്സിൽ വളക്കൂറുള്ള ഒരു മണ്ണില്ല. എപ്പോഴും പരീക്ഷണങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു മനസ്സുകളുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് കിട്ടാത്തൊരു സ്വീകാര്യത തീർച്ചയായിട്ടും ഇത്തരം കെട്ടിടങ്ങൾ കിട്ടുകയും കൂടുതൽ ആൾക്കാർ വിശ്വാസപൂർവ്വം ഈ കെട്ടിടങ്ങളെ കാണുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്, ഒരു വാസ്തുശില്പിയുടെ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഈ കുന്നുകളും മലകളും താഴ്വാരങ്ങളും താണ്ടിയുള്ളൊരു യാത്രയാണ്. അതൊരു രാജ്യത്തിൻ്റെ മാത്രമല്ല സാമൂഹിക കാലാവസ്ഥയുമായിട്ട് പ്രതികരിച്ചുള്ളൊരു വാസ്തുശില്പം, ജൈവ വാസ്തുശില്പം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ആദ്യമായിട്ട് ഈ കേരള മണ്ണിൽ മാത്രമല്ല ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വേരാഴ്ത്തുവാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് അതിനൊരു സങ്കല്പമുണ്ട്. എൻ്റെ അക്ഷര സൗഹാർദ്ദം തീർച്ചയായിട്ടും ഈ അറിവുകൾക്ക് ദീപ്തി പകർന്നിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം ഓരോ കെട്ടിടവും ഒരു ജീവനുണ്ട്, അതിനൊരു ആത്മാവുണ്ടെന്നുള്ളൊരു ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. അപ്പം ആത്മാവുണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുള്ളൂ, കരുതലോടെ ചെയ്യുള്ളൂ, ജാഗ്രതയോടെ ചെയ്യുള്ളൂ. അവിടെ മനുഷ്യരുണ്ട്, മുഖമില്ലാത്ത മനുഷ്യരുണ്ട്. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ പോലും ഈ മുറികളായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്.
അവിടെ സ്വപ്നങ്ങൾ എങ്ങനെ ഈ 4 മുറികളായിട്ട് മാറ്റാമെന്നുള്ളതിലേക്ക് അങ്ങനെയാണ് നമ്മൾ വീട് വെച്ച് തുടങ്ങുന്നത്. സ്വപ്നങ്ങൾ ചാലിച്ചിട്ടുള്ള അവർ വളരെ കടുത്ത സാമ്പത്തിക പരിമിതിക്കകത്തുള്ളിൽ ഞാൻ ഒരു കാര്യം ഞാനിനി രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു സൗഹാർദ്ദമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്ന ഒരുപക്ഷെ ലോറി ബേക്കറിനെ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ, കേരളത്തിലാണല്ലോ ആദ്യം ലോറി ബേക്കറിനെ പറ്റി അവതരിപ്പിക്കപ്പെട്ടത്, ആദ്യം അവതരിപ്പിച്ച ഒരു ഫ്രീലാൻസർ ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിശ്ചിത ബന്ധങ്ങളില്ലാത്ത എല്ലാവർക്കും വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു പത്രലേഖനം. ആ പത്രലേഖൻ ഇവിടുത്തെ ഏറ്റവും നമ്മുടെ തിരുവനന്തപുരത്തെ സാംസ്കാരിക ഏത് കവിയരങ്ങുകളിലും ചലച്ചിത്ര പ്രദർശനങ്ങളിലും നല്ല സംഗീത സദസ്സുകളിലും ഈ ഒരു ശ്രോതാവായിട്ട് ഏറ്റവും അവസാനം വന്നിരുന്ന എൻ്റെ പ്രിയ ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ പിൽക്കാലത്ത് എന്നോട് ഒരിക്കൽ വളരെ ആഴ്ചയോട്, ശങ്കർ, എനിക്ക് ഞാൻ ഒരു കൊച്ചു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ തുറ ഏരിയയാണ്, വലിയ തുറയ്ക്കടുത്തുള്ളൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. എൻ്റെ പൈസ ഇല്ലയെന്ന് എനിക്കറിയാം. എൻ്റെ ആപ്പാടുള്ള ഭൗതിക സമ്പാദ്യം കുറച്ച് പുസ്തകങ്ങൾ മാത്രമുണ്ട്. കഷ്ടിച്ച് എങ്ങനെയെങ്കിലും തരത്തിൽ 10,000 രൂപ ഉണ്ടാക്കാം, എനിക്ക് 10,000 രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമോ എന്ന് വെച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന രണ്ടാമത്തെ ജോലി അതായിരുന്നു. ആദ്യത്തെ ജോലി പിന്നെ ഞാൻ പറയാം. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു വേലപ്പൻ ഇപ്പോഴില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ വിഷമമുണ്ടായത്. വേലപ്പൻ അന്നേ ഒരു ആസ്മരോഗിയായിരുന്നു, കടുത്ത ആസ്മരോഗിയായിരുന്നു. വേലപ്പന് പുസ്തകങ്ങൾ മാത്രം വയ്ക്കാനായിട്ടുള്ള ഒരു കൊച്ചു വീട്. വേലപ്പൻ്റെ ഭാര്യ റോസമ്മയുണ്ട്. അന്ന് കൊച്ചു കുഞ്ഞാണ് വേലപ്പൻ്റെ മകൻ അപ്പു എന്ന് വിളിക്കുന്നത്. വേലപ്പൻ്റെ മകൻ വളരെ കൊച്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിന് കിടക്കാനായിട്ടുള്ളൊരു കിടക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയുന്നത്, കിടക്ക മാത്രമായിരുന്നു. പക്ഷേ വൃത്താകൃതിയിൽ സൂക്ഷ്മം 10,000 രൂപയ്ക്ക് ഞാൻ കൊച്ചു കെട്ടിടം പണിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനർഹമായിട്ടൊരു അനുഭവമായിട്ട് ഞാൻ ഇപ്പോഴും സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ വേലപ്പൻ്റെ വീട് വെച്ച കാലഘട്ടത്തിൽ അത്തരം ഒരുപാട് വൈവിധ്യமான പ്രവർത്തനങ്ങളിലേക്ക് ഹാബിറ്റാറ്റ് പോവുകയുണ്ട്. ആ വേലപ്പൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഈ തിരുവനന്തപുരം വേളിയിൽ ഒരു കെട്ടിടം ചെയ്യുകയുണ്ടായി, ഒരു കെട്ടിട സമുച്ചയം ചെയ്യുന്നുണ്ട്. അതിന് ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം കിട്ടി. അതായത് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ പുരസ്കാരം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 90കളുടെ മധ്യഭാഗത്തിന് മുമ്പ് എനിക്ക് ദേശീയ പുരസ്കാരം ആ ഒരു നിർമ്മിതിക്കുണ്ട്. അങ്ങനെ അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും. ഞാൻ കളിയാക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് കൊച്ചു ശൗചാലയങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പരമ്പരാഗത എനിക്ക് പരിചയമുള്ള ഒരു പൂവയായിരുന്നു. അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ശൗചാലയങ്ങളില്ല, വൃത്തിയായിട്ടുള്ള ശൗചാലയങ്ങളില്ല. അതിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ സ്വച്ഛ അഭിയാൻ എന്നൊക്കെ പറയുന്നതിന് ഏകദേശം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചു ടോയ്ലറ്റ് പണിയുമായിരുന്നു. ഇവർക്ക് വേണ്ടി അത്യാവശ്യം ഒരു പ്രത്യേക രീതിയിലുള്ള ടോയ്ലറ്റ് പണിയുമായിരുന്നു. അപ്പോൾ ആ ടോയ്ലറ്റ് പണിയുന്ന കാലഘട്ടത്തിൽ എൻ്റെ സഹപാഠികൾ, ബാക്കിയുള്ള വളരെ വിജയശ്രീലാളിതരായിട്ടുള്ള ആർക്കിടെക്ട് പറയും, യു ബിക്കം എ ടോയ്ലറ്റ് ആർക്കിടെക്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഈ കക്കൂസുകൾ പണിയുന്ന, ഒരു ശൗചാലയങ്ങൾ പണിയുന്ന ഈ ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകളായിട്ട് സന്തോഷം തന്നെ ചില മൂലകളും മുക്കുകളുമായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നീടാണ് അതൊക്കെ നിയോഗമാണ്. എന്താ പറയുന്നത്, ഞാൻ ശാസ്ത്ര പരിഷത്തിൻ്റെ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം കഴിഞ്ഞിട്ട് ആ വേളയിൽ ഈ ഹത്യാരി കാർബൈഡ് ഹടാവോ എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളിച്ച് ഞാൻ ഭോപ്പാലിലൂടെ ട്രെയിൻ മുഴുവൻ പരിഷത്തിൻ്റെ പ്രവർത്തകർ തിരുവനന്തപുരത്ത് നിന്ന് പോവുകയും ട്രെയിൻ മുഴുവൻ ഭോപ്പാലിലേക്ക് പോയി ശാസ്ത്രീയ പരിഷത്ത് പ്രവർത്തകർ. അപ്പോൾ അവിടെ ചെന്ന് ആ തെരുവീതികളിൽ കൂടെ ഹത്യാരി കാർബൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊലയാളികളായ യൂണിയൻ കാർബൈഡുകാരെ തുരത്തുക എന്നൊക്കെ ഇന്ന് ഹിന്ദി വലിയ പിടിയില്ല. ഇന്ത്യയിൽ മുദ്രാവാക്യം വിളിച്ച ആ ഒരു തെരുവീതി നടന്നതിൻ്റെ സൂക്ഷ്മം 1 മാസം 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എനിക്കൊരു ക്ഷണം വരുന്നു. എന്താണ് ക്ഷണം? അവർക്ക് ഇതിൻ്റെ ഈ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം മരിച്ചവർക്ക് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി വലിയൊരു സർക്കാർ ഒരു പദ്ധതി ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗം 400 വീടുകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം ചെയ്യണമെന്ന് വളരെ സന്തോഷപൂർവ്വം വീണ്ടും ഞാൻ ഭോപ്പാലിൽ പോയി. പിന്നെ അവർക്ക് വേണ്ടി മുട്ടായി പോലത്തെ 1400 വീട് ചെയ്തു. അതിൻ്റെ സാമൂഹിക ഒരു അവബോധത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണെന്ന് ഞാൻ പിന്നീട് ഓർത്തെടുത്തു. കാരണം 400 കെട്ടിടങ്ങളുടെ സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ വന്ന അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സക്ലേജ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു.
പൂർണ്ണനെയും ഞാൻ ഓർത്തെടുക്കുന്നില്ല. 90കളുടെ ആദ്യങ്ങളിൽ സക്ലേജ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത വേളയിൽ അദ്ദേഹം എന്നെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു, എനിക്ക് ഇതിനടുത്തൊരു കൃഷിയിടമുണ്ട്, അവിടെ എനിക്കൊരു ഫാം ഹൗസ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഹിന്ദി അറിഞ്ഞുകൂടാത്ത, വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. സക്ലേജ എന്നെ വിളിച്ചുകൊണ്ട് പോയി, ഒഫീഷ്യൽ കാർ വിളിച്ചൊരു സ്ഥലം കാണിച്ചു തന്നു. എനിക്ക് ഇതേ ടെക്നോളജിയിൽ, ഞാൻ ഈ പാവപ്പെട്ടവരുടെ, അവർ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണുന്നത്, മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഞാൻ അവിടെ ഒരു കൃഷിയിടത്തിൽ ഒരു കൊച്ചു വീട് ചെയ്തു കൊടുത്തു. ആ കൃഷിയിടത്തിൽ ചെയ്ത വീടിൻ്റെ നമ്മുടെ പാലുകാച്ചൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിൽ ഭോപ്പാലിലെ പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകരെയെല്ലാം വിളിച്ചിരുന്നു. പത്രപ്രവർത്തകർ വന്നു. അതിനകത്ത് ഒരാൾ, അന്നത്തെ ഭോപ്പാൽ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ, നമ്മുടെ പ്രശസ്ത അഭിനേത്രിയായ ജയാഭാദുരിയുടെ അച്ഛനായിരുന്നു. ഇതിൽ പേര് ഞാൻ ഓർത്തെടുക്കും, ജയാഭാദുരി അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാൻ യു പ്ലീസ് ഡു എ പത്രക്കാർ കോളനി ഫോർ us, പത്രക്കാർക്ക് വീട് വയ്ക്കാമെന്ന്. അങ്ങനെ ഒരു വാതിലിൽ നിന്ന് മറ്റൊരു വാതിലിലേക്കും, പിന്നീട് ഞാൻ പത്രക്കാർക്ക് വേണ്ടി ഒരു കോളനി തന്നെ അവിടെ ഞാൻ ഭോപ്പാലിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഭോപ്പാൽ, അപ്പം ഈ ടെക്നോളജി സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീടുകളുടെ രൂപകൽപ്പനയുടെ മാറ്റം സ്പ്രെഡ് ചെയ്യുന്നത് വലിയ കാട്ടുതീയുടെ വേഗതയിലായിരുന്നു. പക്ഷേ എൻ്റെ ഭൂമിക അതൊന്നും അല്ലല്ലോ. എൻ്റെ ഭൂമിക ഒരു കെട്ടിടം, 10 കെട്ടിടം, ഒരു സന്ദേശം ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് വിടവാങ്ങുക എന്നുള്ളതായിരുന്നു. ഞാനവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉജ്ജയിൻ ക്ഷേത്രത്തിൽ, കാളിദാസൻ അക്ഷരം പഠിച്ചിട്ടുള്ള ഉജ്ജയിൻ ക്ഷേത്രത്തിൽ, ഗ്വാളിയറിൽ, ഇൻഡോറിൽ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വിദിഷയിൽ ഒരു ബിൽഡിംഗ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ മധ്യപ്രദേശിൽ നിന്ന് ഞാൻ മടവാങ്ങിയത്. അതിനിടയ്ക്ക് എൻ്റെ 2ാം വീടായിട്ടുള്ള ഒറീസയിൽ, ഇപ്പോൾ ഒഡീഷ എന്നാണ് പറയുന്നത്, ഒറീസയിൽ പോയി ഒരു അത്ഭുതകരമായിരുന്നു. ആ ഒറീസയിൽ പോയിട്ടും അവിടെ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ, ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ സന്നദ്ധ പ്രവർത്തകൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ജോ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജോയെ ഇന്ത്യയും ആദരിച്ചില്ല, നമ്മുടെ ലോകവും ആദരിച്ചില്ല. ജോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രാം വികാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാം വികാസിന് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ ഏറ്റവും മോശപ്പെട്ട ഒരു ഭൗതിക സാഹചര്യങ്ങൾ സ്ഥലത്ത് വയ്ക്കുക, മൊഹൂഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അവിടെ ചെയ്തു. അതൊക്കെ എനിക്ക് മറക്കാൻ ഒക്കില്ല. കാരണം ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ രാത്രിയിൽ, ഞാനവിടെ താമസിച്ചാണ് അന്ന്, ഇത്രയും സൗകര്യം, ട്രെയിനിൽ പോയി 3 ദിവസം ട്രെയിനിലൊക്കെ പോയി ഭുവനേശ്വരത്ത് ഇറങ്ങിയിട്ട് ബഹ്റാംപൂരിൽ ഇറങ്ങി അവിടെ ഒരുപാട് ദീർഘ യാത്ര ചെയ്ത് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരാനൊക്കെയുള്ളൂ. അപ്പം എൻ്റെ കൂടെ പണി ചെയ്യുന്ന ആൾക്കാർ ഇത് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേറെ ആൾക്കാരില്ല. അപ്പം ഞാൻ തന്നെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ പ്ലാൻ ഇതൊക്കെയായിരുന്നു കെട്ടിക്കുകയാണ്. ഇതിൻ്റെ രീതിശാസ്ത്രം അതിൻ്റെ രസതന്ത്രം പ്രത്യേകമായിരുന്നു, രീതിശാസ്ത്രം പ്രത്യേകമാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ പണിയുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകളൊക്കെ വന്നിട്ട് അവർ ഈ കുളത്തിൽ മുങ്ങും. അവിടെയുള്ള ചെറിയ കുളത്തിൽ മുങ്ങിയിട്ട് ഈ ചുറ്റിയിരുന്ന ചേലയുടെ ഒരു ഭാഗം ഈ കഴുകി കാറ്റത്തിങ്ങനെ വയ്ക്കും. ആ കാറ്റത്ത് ആ ഭാഗം ഉണക്കിയിട്ടാണ് അവർ തുണിയുടെ മറു ചേല എടുത്തിട്ട്, അപ്പം ഈ വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് ഒരു ഭാഗം ഉടുത്തിട്ട് മറുഭാഗം പിന്നെ ഉണക്കാൻ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അക്ഷരത്തിൽ ഉടുതുണി മറുതുണി എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭാഷാപ്രയോഗം മാത്രമായിരുന്നു. അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കാണുന്നത് ഇത്തരം ഒരുപാട് സ്ഥലികളിൽ കൂടെ വിചിത്രമായ യാത്രകൾ. അതൊക്കെ എൻ്റെ ഒരു ധാരണകളെപ്പറ്റി, ഈ വാസ്തുശില്പത്തിൻ്റെ എൻ്റെ ജാതകം, അങ്ങനെ തന്നെ പറയട്ടെ, ജാതകം തിരുത്തിക്കുറിച്ച് എഴുതിയ ഒട്ടേറെ അനുഭവങ്ങൾ. എനിക്കൊന്നൊരു വാസ്തുശില്പി എന്നുള്ള ഒരു രീതിയിൽ ഒരുപക്ഷെ നമ്മുടെ ലോകത്ത്, പ്രത്യേകിച്ച് ഭാരതത്തിൽ, ഇത്രയും വൈവിധ്യമാർന്നിട്ടുള്ള ഈ ഭൂമികൾ കൂടെ നടന്നിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ്. വലിയ കെട്ടിടങ്ങളല്ല പണിഞ്ഞിട്ടുള്ളത്, ചെറിയ കെട്ടിടങ്ങളാണ്. പക്ഷേ അതൊക്കെ എനിക്ക്, അതായത് ഒഡീഷയിൽ ഞാൻ ഒരുപാട് കെട്ടിടങ്ങൾ പണിഞ്ഞു. അവിടുത്തെ ഈ കോടതി കെട്ടിടങ്ങൾ പണിഞ്ഞു, സ്കൂളുകൾ പണിഞ്ഞു. അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത്. അവസാനം ഞാൻ പാരദീപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അവിടെ ഒരു പോർട്ട് ടൗണുണ്ട്, ഒരു തുറമുഖ നഗരം. അവിടെ ഒരു വലിയ മെഡിക്കൽ കോളേജ് ചെയ്തു. സംഗതി തീർന്നില്ല, കഥ തീർന്നില്ല. 1999 ഈ കൊടുങ്കാറ്റടിച്ചപ്പോൾ വന്ന് കയറിയത്, കടലിൽ നിന്ന് വന്ന് കയറിയ കരഭാഗം എന്ന് പറയുന്നത് പാരദീപായിരുന്നു. പാരദീപ് മെഡിക്കൽ കോളേജ് കെട്ടിടം ഒഴിച്ച് മറ്റെല്ലാ കെട്ടിടങ്ങളും നിലം പൊത്തുമ്പോഴും എൻ്റെ ചിലവ് കുറഞ്ഞ
പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് ഞാൻ കെട്ടിയ മെഡിക്കൽ കോളേജ് മന്ദിരത്തിന് വളരെ നിസ്സാരമായിട്ടുള്ള കേടുപാടുകളെ സംബന്ധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 2 ദിവസം കഴിഞ്ഞ് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരാൾ എന്നെ വിളിക്കുകയാണ്, താങ്കൾ വരണം, ഒറീസയുടെ ഈ ദുരന്ത ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ കെട്ടിടത്തിന് വലിയ കേടുപാട് പറ്റിയിട്ടുണ്ട്, അപ്പം കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്, നിങ്ങളെ വിളിക്കണം, ഒരു ഉപദേശകനായിട്ട് നിങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഈ ദുരന്ത ഭൂമികളിലേക്കുള്ള രണ്ടാമത്തെ പ്രവേശനം, ആദ്യത്തെ മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഭോപ്പാൽ, നമുക്കറിയാം, മനുഷ്യനിർമ്മിത ദുരന്തം. പക്ഷേ യഥാർത്ഥ പ്രകൃതി ദുരന്തം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1999 ഒറീസയിൽ വെച്ചാണ്. അന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ 2014 പോലും ഞാൻ അറിഞ്ഞത് സുനാമി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. 1999 സമയങ്ങളിൽ ഒറീസയിൽ കൊടുങ്കാറ്റായിരുന്നില്ല, സുനാമി ആയിരുന്നു. കാരണം 30 അടി പൊക്കത്തിൽ വന്ന കൊലയാളി തിരകൾ എനിക്ക് ഓർമ്മയുണ്ട്. എത്രയോ ഗ്രാമങ്ങൾ തുടച്ചു മാറ്റി, പേരുകളില്ലാത്ത നിസ്വരായിട്ട് എത്രയോ ജനപദങ്ങൾ ഇല്ലാതായി കളഞ്ഞു. 30 അടി പൊക്കമുള്ള കൊലയാളി തിരകളിൽ മൺവീടുകൾ താമസിക്കുന്ന പാവപ്പെട്ടവർ, പേരുകളില്ലാത്ത, സെൻസസിലില്ലാത്ത സ്വപ്നങ്ങൾ മാത്രമുണ്ട്. എത്രയോ പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഒലിച്ചു പോയത്, വീടിനോടൊപ്പം ഈ കടലിലേക്ക് ഒലിച്ചു പോയത്. ഇത്തരം ഒരു വലിയൊരു വ്യവസ്ഥയിലേക്ക് ദുരന്ത ഭൂമിയിലേക്ക് ഞാൻ മദ്രാസിൽ നിന്ന് ഒരു സ്പെഷ്യൽ, അന്ന് റോഡുകളെല്ലാം തകർന്നു പോയിരുന്നില്ല, എന്നെ ഒരു ചെറിയ അവിടുത്തെ ഒറീസ ഗവൺമെൻറ് ചെലവിലൊരു വിമാനത്തിലാണ് ഞാൻ ഭുവനേശ്വരിൽ പോയപ്പോൾ ഇറങ്ങി എന്നെ സ്വീകരിക്കുന്ന ഒരാൾ, ഞാൻ പിന്നീടാണ്, അദ്ദേഹമാണ് ആദ്യത്തെ ഈ ഇന്ത്യയിലായിരുന്നു ഗോത്രവർഗത്തിൽപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. അദ്ദേഹം ഗിരിധർ ഗോമങ്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൂടെ എൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങളൊരു ഹെലികോപ്റ്ററിൽ ഈ തകർന്ന ഭൂമികൾ കൂടി, പുരിയുടെ അറ്റമൊക്കെയുള്ള ഭൂമികൾ കൂടെ വിമാനം മാറുമ്പോൾ ഞാൻ അക്ഷരത്തിൽ പറയുകയാണ്, ഞാൻ കണ്ണുനീർ കടലുകൾ കാണുന്നു. ഒന്നുമില്ലാത്ത പോയി ഈ ഉപ്പ് രസം വന്ന് കയറി മുഴുവൻ കൃഷി നശിച്ച് വെള്ളം കയറി കിടക്കുന്ന ഒരു ദുരന്ത സാഗരമാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വലിയ ഒറീസ ഭാഷ എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടെ. റവന്യൂ മന്ത്രിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു പുനർനിർമ്മാണ പദ്ധതി, അപ്പം സ്ഥലങ്ങളിൽ പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഒന്നുമില്ല, പോകാനൊക്കില്ല, റോഡൊന്നുമില്ല. അപ്പം വളരെ കഷ്ടപ്പെട്ടൊരു, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഫസ്റ്റ് ഒരു ജോലി എന്ന് പറഞ്ഞാൽ ശവം പെറുക്കലായിരുന്നു. അവിടുത്തെ ഈ എവിടെയെങ്കിലും കാക്ക പക്ഷികളൊക്കെ കൂടെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു പൊരിഞ്ഞ ജീവനുണ്ടെന്നുള്ളതാണ്. മനുഷ്യൻ്റേതാവാം, മൃഗത്തിൻ്റേതാവാം. അതിനൊരു UN പരിശീലനം ഉണ്ടായിരുന്നു, ഐക്യരാഷ്ട്രസഭയുടെ. അവർ വന്നിട്ട് പറഞ്ഞു തരും. ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് ഒരു കർച്ചീഫിനകത്ത് മുക്കിയിട്ട് കെട്ടും. മരണത്തിൻ്റെ രൂക്ഷഗന്ധം ആദ്യം തിരിച്ചറിയുന്നതാണ്. അങ്ങനെ രൂക്ഷമാണ് അതിൻ്റെ മണം എന്ന് തിരിച്ചറിയുന്നതെന്നാണ്. പരിമളമല്ലല്ലോ, രൂക്ഷമായ ഗന്ധമാണ് അത് നമ്മൾ ഇതാകെ കർച്ചീഫൊക്കെ കെട്ടിയിട്ട് എൻ്റെ കൈകൾ കൂടെ ഈ ശവശരീരം എടുക്കുമ്പോൾ എൻ്റെ വിരലുകളുടെ ഇടയിൽ കൂടെ മാംസം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. എത്ര വ്യർത്ഥമാണ് നമ്മുടെ ജീവിതങ്ങളെന്ന് തിരിച്ചറിയുന്നത്. അതായത് ഒരു സൈഡിൽ കൊണ്ടുപോകും, അവരുടെ ഇതിനനുസരിച്ചൊരു പെട്രോൾ ക്യാൻ തരും, കുറച്ച് ബൈക്കുകൾ തരും, അവിടെ കത്തിച്ച് കളയുക ഒരു മൃതദേഹം, ഒരു പേരുകളുള്ള സ്വപ്നങ്ങളുള്ള മനുഷ്യൻ്റെ മൃതദേഹം. അന്ന് ഈ ദുരന്ത മേഖലയിൽ പണി ചെയ്യുവാനായിട്ട് എനിക്ക് അമൂല്യമായിട്ട് ഒരുപാട് പാഠങ്ങൾ തന്നത് 1900 ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഈ 1999 ഒറീസയിലെ ഇതാണ്. ആ യാത്ര ഒരുപാട് ഘട്ടങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞു. അവിടെ വ്യാപകമായിട്ട് ഒരുപാട് ഘട്ടങ്ങൾ. പക്ഷേ അതിന് മുമ്പ് ദുരന്തത്തിൽ അപ്പോൾ എന്നോടൊരു ആൾ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വീട് വെക്കാനായിട്ടുള്ളൊരു ഇതിനകത്ത് ചെന്നപ്പം അയാളുടെ ഫ്രണ്ടിൽ ആപ്പിളിൻ്റെ ഒരു കുട്ടയുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ദുരന്ത ആശ്വാസത്തിന് വേണ്ടി ഒരുപാട് സാധനം, ആപ്പിൾ വരുന്നു, കമ്പിളി, സൈബീരിയ, റഷ്യയിൽ നിന്ന് കമ്പിളി വരുന്നു. അയാളോട് ഞാൻ വീടിൻ്റെ കാര്യം സംസാരിക്കാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞു, എനിക്കെന്തൊരു വീട്, ഞാൻ 16 പേരുടെ ഒരു കുടുംബമായിരുന്നു, 15 പേരും മരിച്ചുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വീടെന്തിന് എന്ന് ചോദിച്ച ഒരാളുണ്ടായിരുന്നു, ഒരു ഗ്രാമീണൻ. എനിക്ക് വീട് വേണ്ട, എനിക്ക് എല്ലാവരും പോയി, ഈ വീട് മാത്രമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയില്ല, എൻ്റെ ജീവിതം നിങ്ങൾക്ക് പുനർനിർമ്മിക്കാൻ കഴിയുമോ, വീട് പോട്ടെ, എൻ്റെ ജീവിതം പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ അങ്ങനെ വളരെ ഗാഢമായിട്ടുള്ള സാമൂഹ്യ പാഠങ്ങൾ നീ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ യാത്ര തീർന്നില്ല എന്നുള്ളതാണ്. ആ യാത്ര ദുരന്ത ഭൂമികൾ കൂടെ യാത്ര, ഒരുപക്ഷെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ദുരന്ത ഭൂമികൾ കൂടെ യാത്ര ചെയ്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ച ഒരാളാണ് ഞാൻ. കുറച്ച് അഹങ്കാരത്തോടെ പറയുകയാണ്. കാരണം അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള എല്ലാ ഭൂമികളിലും, മിക്ക ഭൂമികളിലും 2014 കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാത്ത ഭൂമികളുണ്ട്. തായ്ലാൻഡിൽ, ഇന്തോനേഷ്യയിൽ, മാലദ്വീപിൽ, ശ്രീലങ്കയിൽ വ്യാപകമായിട്ടുള്ള കെട്ടിടങ്ങൾ. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ പൊതുദിവസ കോളനി 97,000 വീടിൻ്റെ
പുനരധിവാസ കോളനി ഞാൻ ഉണ്ടാക്കിയത് ശ്രീലങ്കയുടെ ഈ വടക്ക് കിഴക്കൻ വടക്ക് അങ്ങനെ വളരെ അമൂല്യമായിട്ടുള്ള ഒരുപാട് ഞാൻ അങ്ങനെ ആണോ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ 2014 കേരളത്തിൽ വളരെ ചെറിയൊരു ഭാഗത്താണ് സുനാമി വന്നത്. ആ സുനാമി വരുന്ന കാലഘട്ടത്തിൽ, സുനാമി വന്ന കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് സത്യത്തിൽ പകച്ചുപോയി. അവർ ദുരന്തം കണ്ടിട്ടില്ല. ആപ്പടി ദുരന്തത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഞാൻ. ഇവർ ഈ ദുരന്ത ഭൂമിയിൽ ആറാട്ടുപുഴ ആ ഭാഗത്ത് ദുരന്ത ഭൂമികൾക്ക് പുനർനിർമ്മിതിക്ക് വേണ്ടി ആരെ വിളിച്ചുകൊണ്ട് വന്നു? ഒരു മദ്രാസ് IIT ആൾക്കാർ വന്നു. എൻ്റെ കുട്ടികളെ ഞാൻ അന്നേ പറയുമായിരുന്നു, കടൽ തീരത്ത് പണി ചെയ്യുന്നതിന് രീതിയുണ്ട്. ആ രീതിശാസ്ത്രം ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ അവിടെയാണ് ഭൂമിയിൽ വീട് വെച്ച് ഞാൻ പഠിച്ചത്. കടൽ തീരത്തെ മണലിന് നല്ല ഉറപ്പുണ്ടെന്നുള്ളതാണ് ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. മക്കളെ, കടൽ തീരത്ത് തിര വരുമ്പോൾ കാലുറപ്പിച്ച് നിർത്തണേ, കാലുറപ്പിക്കണം. നിങ്ങൾ കാല് ഇങ്ങനെ മാറ്റി കാലുറപ്പിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? തിരമേല തിരിച്ച് പോകുമ്പോഴത്തേക്കും നിന്നെയും കൂടെ വലിച്ചെടുത്ത് കടലിലേക്ക് കൊണ്ടുപോകും. മക്കളെ, മോനെ, നീ കാലുറപ്പിച്ച് നിർത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അതേപോലെയാണ് ആ രീതിശാസ്ത്രം. അവിടെ കാലുറപ്പിച്ച് നിർത്തുക മാത്രം മതി. അത് കുറച്ച് താഴ്ചയിൽ, ഒരുപക്ഷെ മണൽ തിരിച്ച് തിരമാല ഇത് പോവുകയാണെങ്കിൽ അതിനേക്കാളും താഴ്ചയിലേക്ക് കാലുറപ്പിച്ച് നിർത്തിയാൽ മാത്രം മതി മത്സ്യത്തൊഴിലാളികൾ വീടുകൾ ചെയ്ത്. അതിന് പകരം അണ്ടറിങ് പൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ അബദ്ധജടിലം എന്ന് ഞാൻ പറയും, മറ്റുള്ളൊരു സാങ്കേതിക ജടിലമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ടെക്നോളജികൾ കൊണ്ടുവന്നു കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കിയില്ല. ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ പൈസ തീർന്നു, ഗവൺമെൻറ്റിൻ്റെയും പൈസ തീർന്നു. എല്ലാവരും അങ്ങനെ വല്ലാത്തൊരു പാഠമാണ്. അവിടെ ഇവരെല്ലാവരുടെയും ഇത് ഒഴിച്ചിട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ സാറാണ്. ഞാൻ ആ ഒരു 17 ദിവസം കൊണ്ട് ഒരു കെട്ടിടം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, 17 ദിവസം കൊണ്ട് എല്ലാവരും ഗവൺമെൻറ് പകച്ചിരിക്കുമ്പോൾ അതിനൊരു പ്രതികരണമായിട്ട് 17 ദിവസം കൊണ്ട് ഒരു കൊച്ചു കെട്ടിടം ചെയ്തു. അവിടെ താമസിക്കുന്ന വീട് നഷ്ടപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി അവിടെ തന്നെ വീട് നഷ്ടപ്പെടുത്തുന്നതിന് കുറച്ച് പൊക്കി ഒരു വീട് വെച്ചത് ഒരു പൊല്ലാപ്പായി പോയി. പാലുകാച്ചിന് സമയമായപ്പോഴത്തേക്ക് സർക്കാർ ഇന്ന ഭൂമികൾ ഇത്തരം ആതുര സ്ഥാപനങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് അവരുടെ അതിനകത്ത് അവിടുത്തെ ഒരു ആത്മീയ സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ആ ഭൂമിക്കകത്തായിപ്പോൾ ഞാൻ ഈ വീട് വെച്ച്. അന്ന് നമ്പറും ലൈസൻസും അങ്ങനൊന്നും അല്ല, പാവപ്പെട്ട് ഇല്ലാത്തൊരാൾക്ക് വേണ്ടി ഒരു വീട് വയ്ക്കണം എന്നൊരൊറ്റ ഇതാണ്. എൻ്റെ തൊഴിലാളികളുടെ അവരുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് 17 ദിവസം കൊണ്ട് പകൽ പണി ചെയ്ത് ഈ വീട് തീർത്താൽ. കാരണം ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവണം. കാരണം ദുരന്തത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇത് വളരെ പെട്ടെന്ന് അതിന് പ്രതികരിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അവരില്ലാത്തവർ, നഷ്ടപ്പെട്ടവരാണ്, അവർ ചേർത്ത് പിടിക്കുന്നൊരു സമീപനം ഉണ്ടാവണം. അതിന് കാണിച്ചു കൊടുക്കാനായിട്ട്, സർക്കാരിനെ കാണിച്ചു കൊടുക്കാൻ 17 ദിവസം കൊണ്ട് തീർത്ത വീട് അതന്ന് വളരെ തിരക്കുണ്ടായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ വന്ന് ഉദ്ഘാടനം ചെയ്തതിന് 4-ാം ദിവസം വീട് ഈ പൊളിക്കണം. അതൊരു വേറൊരു അനധികൃത ഭൂമിയിൽ, കടൽ തീരത്ത് എന്ത് അനധികൃത ഭൂമി, പട്ടയമില്ലാത്ത ഭൂമിയിലാണ് അവർ മത്സ്യത്തൊഴിലാളികൾ വീട് വെച്ച് അതിന് ഇടിച്ചു കളയാനായിട്ട് അവർ വന്നു. ഇടിച്ചാണിപ്പം അവിടുത്തെ ആറാട്ടുപുഴയിലെ മത്സ്യത്തൊഴിലാളി സമൂഹം കൈകോർത്ത് പിടിച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് വന്ന ആൾക്കാരെയും ഗവൺമെൻറ് ജീവിതത്തെയും ആട്ടി ഓടിച്ചു എന്നുള്ളത് അതൊരു പിൽക്കാല ചരിത്രമാണ്. പക്ഷേ ആ ഒരു കെട്ടിടം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്ത ഭൂമിയിൽ എത്രയും പെട്ടെന്ന് വീട് ചെയ്യണം എന്നുള്ള വലിയൊരു പ്രതീകമായി. കാരണം അത് കഴിഞ്ഞാൽ അതേ ഭൂമികയിൽ ഒരുപാട് സംഘടനകൾ, LIC തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്ക് വേണ്ടി, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ ചെയ്തു ആറാട്ടുപുഴ. ഇത് കഴിഞ്ഞിട്ട് അതൊരു പുത്തൻ മാതൃകയായിരുന്നു. ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ വീടുകൾ അണ്ടറിങ് പൈൽസിൻ്റെ ഫൗണ്ടേഷൻ ലെവലിലേക്ക് എടുക്കുമ്പോൾ ഞാൻ 100 കണക്കിന് കെട്ടിടങ്ങൾ, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ, ഈ കടൽ ക്ഷോഭത്തെ ചെറുത്ത് നിൽക്കാവുന്ന കെട്ടിടങ്ങൾ, വളരെ വില കുറച്ച് പരിസ്ഥിതിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഭൂമിയിൽ മറ്റൊരു സാങ്കേതിക ജടിലതകളും ഇല്ലാതെ ഞാൻ ഇന്നലെയും വളരെ ഭംഗിതരായിട്ട് പറയട്ടെ, ഇന്നലെ ഞാൻ ആ വഴിയിൽ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ആ കെട്ടിടങ്ങൾ നോക്കിയായിരുന്നു. കുഞ്ഞുങ്ങൾക്കുള്ള ചില ലൈബ്രറികൾ, ചിൽഡ്രൻസ് ലൈബ്രറി ഉൾപ്പെടെയൊക്കെ ഞാൻ പണിഞ്ഞത്. അവിടേക്ക് ആളുകൾ വന്നിരിക്കുന്നു. കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ അറിയാം, കടൽ ക്ഷോഭിച്ച്. അപ്പോൾ അത്തരം ഒരുപാട് യാത്രകൾ എൻ്റെ ജീവിതത്തിൽ ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ
കെട്ടിടങ്ങളിലൂടെ ഞാൻ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ ചെയ്ത് ഞാനായിരിക്കാം. ഞാനതിൻ്റെ കണക്ക് ഞാൻ തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഏകദേശം വ്യക്തമാണ്. പക്ഷേ അതിൽ കൂടുതൽ ഇത്രയും ഭൂമികൾക്കുള്ള യാത്രകൾ, മാനസിക സഞ്ചാരങ്ങൾ, അതെനിക്കൊരിക്കലും അതിനോട് ചേർത്ത് വെച്ചിട്ടൊരു വാസ്തുശില്പ വികാസം അത് എന്നോട് എല്ലാവരും ചോദിക്കും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മരണവിധിക്ക് വെച്ചിരുന്ന എത്രയോ ആയിരം കെട്ടിടങ്ങൾ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തതുപോലെ കൊല്ലാനായിട്ട് വിധിക്കപ്പെട്ടു. ഭംഗിയില്ല, സൗകര്യമില്ല, കാറ്റിൻ്റെ വെളിച്ചമില്ല എന്നൊക്കെ പറഞ്ഞ് ഭംഗി പോരാ എന്നുള്ളതാണ് പ്രധാനമായത്. മക്കൾ മിടുക്കരായിട്ട് വരുമ്പം വലിയ വലിയ IT സ്ഥാപനങ്ങളിൽ നിന്നുള്ള കാശ് വരുമ്പം ഞാൻ അവരോടൊക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവരുടെ മനസ്സ് വെട്ടി പിളരാനായിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പറയും, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഈ വിധിക്ക് നിങ്ങൾ വിടുമോ? കെട്ടുകൾ തകർക്കുന്ന പോലെ എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ അവരുടെ ഒരു പാതകം പോലാണ്. അത് ചെയ്യരുത്. കാരണം അവരുടെ നിശ്വാസം, അവരുടെ കണ്ണുനീരും അവരുടെ വിയർപ്പും ഒക്കെ വെച്ച് ഒരുക്കി കൂട്ടിയിട്ടാണ് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു ആർക്കിടെക്ചറെ സംബന്ധിച്ചിടത്തോളം, ഗൃഹസ്ഥനായിട്ടൊരു ആർക്കിടെക്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ ഈ ജീവനെ നമുക്ക് വീണ്ടെടുക്കാം. ഒരു ജനാല വയ്ക്കുക, ഒരു ഭിത്തി ഇടിച്ച് കളയുക, പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ പാഠമാണ്. അങ്ങനെ റിട്രോഫിറ്റിംഗ് എന്നുള്ള ഇപ്പോൾ ലോകത്ത് ആ വാക്ക് വളരെ ഇതാണ്, റിട്രോഫിറ്റിംഗ് എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഈ ചെയ്തിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ ഒരു 10,000 ആ കെട്ടിടങ്ങൾക്ക് നന്ദിയാണ്. ഒരു മരം വെട്ടാതെ ചെയ്ത കെട്ടിടങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ചെയ്ത് നന്ദികൾ. ഇതൊക്കെ കഴിയുമ്പം മക്കൾ എന്നോട് വലിയ ഇതില്ല. കാരണം മക്കൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ലാതിരിക്കും. ഞാനെപ്പോഴും അത് ആലോചിക്കും. വീരാൻകുട്ടിയുടെ ഒരു കവിത ആലോചിക്കുക. കാരണം വീരാൻകുട്ടിയുടെ ഒരു മാതൃഭൂമിയുടെ കവിതയുണ്ട്. ഇതേപോലെ ഒരു വീട് പുതുക്കി പണിഞ്ഞ് എല്ലാം കൂടെ ടൈലൊക്കെ ഇട്ട്, മാർബിൾ ടൈലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് പാലയാച്ചിന് സമയം ഒരു ചൊരുത്തവിടെ കയറി വരികയാണ്. ചൊരുത്തവിടെ കയറി വരുമ്പോഴത്തേക്ക് ഈ അച്ഛൻ കണ്ടുകൊണ്ട് ഈ ചൊരുത്തവണ പാല് കാച്ചുന്ന ഹോമകുണ്ടത്തിനടുത്ത് നിൽക്കുകയാണ്. അപ്പം പറയും, അശ്രീകരം, പാലുകാച്ചിൻ്റെ സമയം അശ്രീകരം, ഈ ചൊരുത്തവള വന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ അഭിമാനം ഊതിത്തിളപ്പിക്കുക എന്നാണ് കവിത എഴുതിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? മക്കളെ, ഇത് നമ്മുടെ ആത്മാക്കൾ, നമ്മുടെ പഴയ പൂർവ്വ പിതാക്കളുടെ ആത്മാക്കളായിരിക്കും തവള, അങ്ങനെ ഒരു സങ്കല്പമുണ്ടല്ലോ, തവളകളായി വരുന്നത്. അപ്പോൾ അവർ ഈ നല്ലൊരു പുണ്യകർമ്മത്തിന് അവർക്ക് സന്തോഷം തോന്നിക്കാണും. തവളയ്ക്ക് എങ്ങനെ ആയിരുന്നില്ല. തവള പണ്ട് ഈ വീട് പൂതലിച്ച് കിടന്ന തറ, അവിടെ അവൻ്റെ തണുപ്പുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് മാർബിൾ തറയായപ്പോഴത്തേക്ക് അവർ ഈ വാഗ്വാദങ്ങളുടെ ഇടയിൽ, അച്ഛനും മകനും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കിടയിൽ അവന് പരിചയമില്ലാത്ത, തണുപ്പില്ലാത്ത ഒരു എന്താ പറയുന്നത്, വെയിലുള്ള സ്ഥലത്ത് നിൽക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ്റെ കരുതലും ജാഗ്രതയും ഒക്കെ നഷ്ടപ്പെട്ട ഇടങ്ങളെല്ലാം പുതുക്കി പണിഞ്ഞ് മാർബിളിട്ട് എഴുതി. അവൻ്റെ പഴയ തറയോടൊക്കെ പോയി അവൻ തിരിച്ച് വാഗ്വാദങ്ങളിൽ തിരിച്ചു പോയി. ഇതാണ് അങ്ങനെ കവിത അവസാനിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഈ വാസ്തുശില്പ പൈതൃകം, നമ്മുടെ ലെഗസി, നമ്മുടെ ഈ സാമൂഹ്യ കാലാവസ്ഥയുമായിട്ടുള്ള പ്രതികരിക്കുന്ന അത്തരമൊരു വാസ്തുശില്പം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ മാഹാത്മ്യം ഞാൻ കൊട്ടിഘോഷിക്കുകയല്ല. ഇത് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ടായിരുന്നു. അതൊരു സ്പന്ദനമായിരുന്നു, തണുപ്പായിരുന്നു, കരുതലായിരുന്നു, ജാഗ്രതയായിരുന്നു. ആ ഒരു തണുപ്പുള്ള സ്ഥലങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള വലിയ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹാബിറ്റാറ്റ് പിന്നീടുള്ള യാത്ര തുടങ്ങി. ആദ്യ കാലഘട്ടത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയ വലിയ സ്വീകാര്യത. പക്ഷേ ഹാബിറ്റാറ്റ് ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു 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 സമയം വന്നപ്പോഴത്തേക്ക് ഈ ടെക്നോളജിക്ക് സ്വീകാര്യത കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ രീതിയുണ്ട്. അതായത് നമ്മളെക്കാളും പണമുള്ളവർ എങ്ങനെ വീട് വയ്ക്കുന്നു നോക്കിയിരിക്കുന്ന വടക്ക് നോക്കിയ യന്ത്രങ്ങളാണ് കേരളത്തിലെ നമ്മുടെ സമൂഹം മുഴുവൻ. അപ്പം അവരുടെ കെട്ടിടങ്ങൾ അടയാളമാകുന്നു, അതുപോലെ കെട്ടിടം വയ്ക്കണം എന്നുള്ള ഇത്. അപ്പം ഞാൻ വിചാരിക്കും അതിന് ഏറ്റവും പറ്റിയ വെച്ചാൽ നമ്മുടെ സർക്കാർ തലത്തിലുള്ള കെട്ടിടങ്ങളിൽ ഇത്തരം ഈ ടെക്നോളജി പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം കെട്ടിടങ്ങളിലൂടെ കുറേ സ്കൂളുകൾ, അംഗൻവാടികൾ, വില്ലേജ് ഓഫീസുകൾ ഇത്തരം വന്നു കഴിഞ്ഞാൽ ഇത് സ്വീകാര്യത കൂടും എന്നുള്ള രീതിയിൽ അന്നത്തെ ഭരണ കർത്തവ്യങ്ങളിലൊന്നായിട്ട് ഒന്നായിട്ട് ഈ ചിലവ് കുറഞ്ഞ ഇത് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ശ്രീ ലോറി ബേക്കറിന് കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. അത് അന്ന് ലോറി ബേക്കറിനെ എതിർത്തിരുന്ന കേരളത്തിലെ സ്ഥാപിത വർഗമുണ്ട്. അതായത്
കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളെല്ലാം ഒന്നടങ്കം എതിർത്തിട്ടും അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ ഒറ്റ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അവർ ലോറി ബേക്കറിന് പകരം ലീക്കി ബേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാർട്ടുകൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവേശനം തടസ്സപ്പെടുത്തും. പക്ഷേ അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ ഒറ്റ നിശ്ചയദാർഢ്യത്തിന് പുറകിൽ വിശ്വാസത്തിന് പുറത്താണ് ഇവിടെ ആദ്യമായിട്ട് ഈ പബ്ലിക് ബിൽഡിങ്ങിൻ്റെ ഇതിനകത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വരുന്നത്, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള ആദ്യമായിട്ടാണ്. ഒരുപക്ഷേ കേരളത്തിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു ഈ മേഖല രംഗത്ത് പബ്ലിക് ബിൽഡിങ്സ് വരുന്നത് ശ്രീ ലോറി ബേക്കറിൻ്റെ കെട്ടിടങ്ങളായിരുന്നു. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. കാരണം ഒരാളുടെ നിസ്സഹായാവസ്ഥ, ഒരാളുടെ അറിവില്ലായ്മ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യവസായത്തിന്, കെട്ടിട നിർമ്മാണ വ്യവസായത്തിന് ഇത് താങ്ങുമായിരുന്നില്ല. അവർക്ക് ജനസൗഹാർദ്ദപരം എന്നൊക്കെ പറയുന്നൊരു വാക്ക് മാത്രമാണ്. ഇതിനകത്തുള്ള നിസ്സഹായാവസ്ഥ, ഒരു ജനങ്ങളുടെ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ നിസ്സഹായാവസ്ഥ നമുക്കറിയാം. നിസ്സഹായാവസ്ഥ വളർന്ന് കൊഴുക്കുന്ന വ്യവസ്ഥാപക വർഗ്ഗക്കാർ, അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഇൻസെൻസിറ്റീവായിട്ടുള്ള ബ്യൂറോക്രസി ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ 2000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ കൂടുതൽ കെട്ടിടങ്ങൾ പബ്ലിക് ബിൽഡിങ്സിലേക്ക് കയറുക, അതെനിക്ക് ജീവിതത്തിലൊരു പരാജയമായി, പിൽക്കാല പരാജയമായിട്ട് മാറി. കാരണം നല്ല നല്ല കെട്ടിടങ്ങൾ ചെയ്തു, പക്ഷേ ഇതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ വന്നിട്ടുള്ള ചില അപാകതകളൊക്കെ കാരണം ഇത് പിൽക്കാലത്ത് ബാക്കി എല്ലാ സംഘടനകളും അവർ ഒത്തുചേരുകയും ഞങ്ങൾക്ക് പൈസ തരാതിരിക്കുകയും ചെയ്തു. ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, പൈസ തരാതിരിക്കുക, അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനങ്ങളിലേക്ക് മാറിയത് അത് ഹാബിറ്റാറ്റിൻ്റെ വളർച്ചയെ സംബന്ധിച്ചോളം വലിയ നഷ്ടങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ പിൽക്കാലത്തുണ്ടായി. ഹാബിറ്റാറ്റിൻ്റെ യാത്രയിൽ ഒരുപാട് നാഴികക്കല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് ചില അവസരങ്ങളാണ് ഹാബിറ്റാറ്റിൻ്റെ വളർച്ചയിൽ പ്രധാനമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ മൺകെട്ടിടം ചെയ്യാനുള്ളൊരു അവസരമുണ്ടായത്. ബംഗ്ലാദേശിലെ ഈ വെള്ളപ്പൊക്കം എന്നും ഒരു പ്രശ്നമായിട്ടുള്ള ബ്രഹ്മപുത്രയുടെ തീരത്ത് ഡാക്കയുടെ അടുത്ത് 6 ലക്ഷം ചതുരശ്രടിയുള്ള ഒരു കെട്ടിട നിർമ്മാണ സമുച്ചയം, ഇതിനൊക്കെ വർത്തമാനകാലത്ത് ഏറ്റവും വലിയ ഒരു മൺകെട്ട് സമുച്ചയം ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. രൂപകൽപ്പന ചെയ്യാനും പണിയുവാനായിട്ട് ഭാഗ്യമുണ്ടായി. അതേപോലെ ഈ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ഈ സന്തുലിത വാസ്തുശില്പത്തിന് മാതൃകകൾ സൃഷ്ടിച്ച് ഹാബിറ്റാറ്റാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് 1990കളിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകും, ചെറിയ ടൗൺഷിപ്പ്, 600 ഫാക്ടറി ഉടമയ്ക്കും തൊഴിലാളികൾക്കുള്ളൊരു ഹൗസിംഗ് കോളനി, ഏറ്റവും സന്തുലിതമായിട്ടുള്ള വാസ്തുശില്പത്തെ എല്ലാ മാതൃകകളും സൃഷ്ടിച്ച് പ്രകൃതിക്ക് അനുരൂപമായിട്ടുള്ള ചിലവ് കുറഞ്ഞ ഊർജ്ജം സംഭരിക്കുന്ന ഒരു കെട്ടിട നിർമ്മാണ വിദ്യയുടെ ആദ്യത്തെ ആവിഷ്കരണം, 700 വീടുകളുടെ ആവിഷ്കരണം നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരിൻ്റെ തൊട്ടടുത്തുള്ള സിരിമുഗൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സിരിമുഗൈ അവിടെ ഒരു സൗത്ത് ഇന്ത്യ വിസ്കോസ് എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലാളികൾക്കും ഉടമസ്ഥനും തൊഴിലാളികൾക്കും എല്ലാവർക്കായിട്ട് പല രീതിയിലുള്ള 600 വീടുകൾ സൃഷ്ടിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അതായത് ഈ വയ്യാത്തവർക്ക് ഉള്ളതായിട്ടുള്ള സീനിയർ സിറ്റിസൺസ് വില്ലേജ് ആദ്യമായിട്ട് ബാംഗ്ലൂരിനടുത്ത് പീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് LIC കെയർ ഹോംസിന് വേണ്ടി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു 10, 25, 30 വർഷം മുമ്പുണ്ടായ ചില മാതൃകകളാണ്. ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങാത്ത ഒരു കാലഘട്ടത്തിൽ മാതൃകകളാണ്. അതുപോലെ ഏറ്റവും വലിയ ട്രൈബൽ റീഹാബിലിറ്റേഷൻ, അത് അഭിമാനപൂർവ്വം പറയാതിരിക്കാൻ, ട്രൈബൽ റീഹാബിലിറ്റേഷൻ ഇന്ത്യയിൽ നർമ്മദ ആന്തോളനും മറ്റേ തെഹ്രി ഡാമിൻ്റെയൊക്കെ അന്തർദേശീയ പ്രശ്നങ്ങളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 15,000 കുടുംബങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്ന ഏറ്റവും അർത്ഥപൂർണ്ണമായിട്ടുള്ള കാര്യം സിംഗ്രോഡി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തതും ഞാനാണ്. അത് വളരെ ഒരു ദുർഘടമായൊരു ഭൂമികയായിരുന്നു. അവിടെ 15,000 വീടുകൾ ചെയ്ത ഒരു അനുഭവമുണ്ട്. അതൊക്കെ വലിയ ജീവിതത്തിലും ഞാൻ എപ്പോഴും പറയും, പത്മശ്രീ പുരസ്കാരത്തിനേക്കാൾ എത്രയോ വലിയ പുരസ്കാരമാണ്. അവർ ഈ അന്ന് വൈകുന്നേരം ഉദ്ഘാടനം വന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് എല്ലാവരും തിരിച്ചുപോയി. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടമാണ് എടുത്ത് തിരിച്ചുപോയി. ഇവരെന്നെ പിടിച്ചു നിർത്തിയിട്ട് വൈകുന്നേരം വരെ പിടിച്ചു നിർത്തി. അവിടെ മുഴുവൻ പോകുന്നിടത്ത് ഒരു ഉത്തരേന്ത്യൻ ഇതുണ്ട്, ഒരു ആതിഥ്യമുണ്ട്. ആതിഥ്യം എല്ലായിടത്തും പാനി പീച്ചിയെ എന്നൊക്കെ പറയും, മധുരമൊക്കെ തന്നെ കഴിക്കാതിരിക്കാൻ നോക്കി. ഞാനിങ്ങനെ കഴിച്ച് മടുത്ത്, ഇത്രയും വീടുകളല്ലേ, 15,000 വീടുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സ്കൂളുകളെല്ലാം ചന്ത എല്ലാം പണിഞ്ഞിരുന്നു. അവിടെ കുളിക്കാനുള്ള കുളങ്ങൾ, വലിയ കായൽ വരെ ഞാൻ ഈ വാട്ടർ സ്കേഴ്സിൽ പണിഞ്ഞു. അങ്ങനെ അവിടെ പശുവിനുള്ള സ്ഥലങ്ങൾ, അവർക്ക് മൃതദേഹങ്ങൾ അടക്കാനുള്ള ക്രിമേഷൻ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരു വലിയ സംവിധാനമായിരുന്നു ആ കെട്ടിട
പുനർനിർമ്മാണം. അത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്ത്, എല്ലാവരും അതായത് ഇന്ത്യയിലെ എല്ലാ കുത്തക മുതലാളിമാരും പരാജയപ്പെട്ട സ്ഥലത്താണ് ഏറ്റവും അർത്ഥപൂർണ്ണമായിട്ട് ആ കൈപിടിക്കലിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ, ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രിമാർ വന്ന് പോയി ഒരു വൈകുന്നേരം വരെ നിർത്തിയിട്ട് അവർ പറഞ്ഞു, സാബ് അഭി അബ് ജാവോ എന്ന് പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന നേരത്ത് ഒരു സന്ധ്യയ്ക്ക് വേണ്ടി കാത്തിരുന്നത് അറിയാം. തിരിച്ചു പോകുന്ന വഴിക്ക് വാതിൽക്കൽ, ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ ഇനി സാറ് വരില്ല എന്നറിയാം, പക്ഷെ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിന്നതിൽ ഞങ്ങൾക്ക് വളരെ അമൂല്യമായി നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഈ മലയിലേക്ക് തിരിച്ചെന്ന് നോക്കാൻ പറഞ്ഞു. മലയിലേക്ക് നോക്കിയപ്പം ദി ഹോൾ മൗണ്ടൻ വാസ് ലിറ്റ് വിത്ത് ദിയാസ്. അതായത് മുഴുവൻ ഈ വിളക്കുകൾ വെച്ചിട്ട് അവർ കത്തിച്ച് വെച്ചത്. സാർ നന്ദി, ഇത് സാറിനോടുള്ള സല്യൂട്ടാണ്, ദിസ് എ ലൈറ്റ് സല്യൂട്ട് എന്ന് ഹിന്ദിയിൽ പറഞ്ഞത്. ഞങ്ങളുടെ ജീവൻ തന്നതിൽ ഞങ്ങളുടെ ഒരു സ്നേഹമാണ് എന്നുള്ളൊരു മല മുഴുവൻ ഈ ചിരാതുകൾ കത്തിച്ച് വെച്ച് ഒരു അനുഭവം. അതൊക്കെ എന്താ പറയുന്നത്, ഒരു ആർക്കിടെക്റ്റിനും ഒരിക്കലും കിട്ടാത്ത അനുഭവങ്ങളാണ്. ഞാൻ അവരുടെ കൂടെ കുറേ നാൾ നിന്നതിൻ്റെ അനുഭവം. അവർ പറയുന്നുണ്ട് ഇനി സാർ ഈ വഴിയിലേക്ക് വരില്ല എന്നറിയാം, പക്ഷേ എന്നാലും സാറ് നിന്ന് ഇതിനൊക്കെ ഞങ്ങളെന്ത് തിരിച്ചു പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളുണ്ടാക്കി, അവർക്ക് ആതുരാലയങ്ങളുണ്ടാക്കി, അവിടെ എല്ലാം ഉണ്ട്, അമ്പലങ്ങളുണ്ടാക്കി, അവർക്ക് കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ടുള്ള, കന്നുകാലികൾക്ക് മേയ്ക്കാനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാക്കി ആ ഒരു വലിയ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയുണ്ടായിട്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അത്യപൂർവമായിട്ട് ഒരുപാട്, അതോടെ ഇന്ത്യയിലെ മുഴുവൻ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ദേവാലയങ്ങൾ. ഞാനതാ പറഞ്ഞു, ഓരോ കെട്ടിടത്തിനും ഓരോ പഠിക്കാനുള്ള സ്ഥലം നിർമ്മിക്കുന്നതിൽ, ഈ കളിക്കാനുള്ള സ്ഥലം ചെയ്യുന്നതിന്, ആത്മീയതയുടെ ചില ദേവാലയങ്ങൾ, ദൈവത്തിന് വേണ്ടിയുള്ള ആലയങ്ങൾ തെളിയുന്നത്, ഇതൊക്കെ പ്രത്യേക സത്തയാണ്. അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ജീവിതത്തിന് അമൂല്യമായിട്ടുള്ള പാഠങ്ങളായിട്ട്. നമ്മുടെ കെട്ടിട നിർമ്മാണ മേഖല വളരെ സങ്കീർണമായിട്ടുള്ള സമസ്യകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഹാബിറ്റാറ്റിൻ്റെ ഉദയം. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത് ഇതൊരു സന്നദ്ധ സംഘടനയാണ്, നോൺ പ്രോഫിറ്റ് മാത്രമല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. നമ്മുടെ ഏക ലക്ഷ്യം എന്ന് വെച്ചാൽ സന്തുലിതമായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ. അപ്പോൾ അതെങ്ങനെ പ്രചരിപ്പിക്കാം? അത് ഞാൻ പറയും, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട്, ജനസൗഹാർദ്ദപരമായിട്ട്, ഊർജ്ജം സംഭരിച്ചുകൊണ്ട് ചിലവ് കുറഞ്ഞ കെട്ടിടങ്ങളുടെ ആ നിർമ്മാണ വിദ്യകളുടെ വ്യാപനമാണ് നമ്മളുടെ ഈ ഹാബിറ്റാറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ അതിനുമായിട്ട് അനുരൂപമായിട്ട് നടക്കുന്ന അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഹാബിറ്റാറ്റ് ചങ്ങാത്തം കൂടിയിട്ടുള്ളൂ. ഇത് ആദ്യകാലത്തിൽ ഇതിൻ്റെ ഉറപ്പിനെക്കുറിച്ചും ബലത്തിനെക്കുറിച്ചും ഇത് രീതികളെപ്പറ്റി വലിയ ഇതുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നും ഇന്നും നമ്മുടെ മിത്ര നിരകളെക്കാളും എത്രയോ പോലെ നമ്മുടെ ശത്രു നിരയാണ്. കാരണം ഒരു സംഘടിത ഒരു രൂപമുണ്ടായിരുന്നു. അത് ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആളുകളുടെ നിസ്സഹായാവസ്ഥ വിറ്റ് കാശാക്കുന്ന, അല്ലെ ആളുകളുടെ അറിവില്ലായ്മ വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹം, നിർമ്മാണ കമ്പനികളും അത്തരം വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിനെതിരായിട്ട് പ്രതികരിക്കുന്ന ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് ഞാനും എൻ്റെ പ്രസ്ഥാനം. അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിന് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഞാൻ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൈ അടിച്ചു ഒളിച്ചാൽ. പക്ഷേ അവരോടൊക്കെ എൻ്റെ ബോധം മറയുന്നതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ എന്നെ തീർക്കുക, എൻ്റെ ജീവൻ തീർക്കുക. ഞാൻ ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെയും ഞാൻ ഈ യുദ്ധം പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ഈ ശാരീരിക യാതനയൊക്കെ കുറച്ച് കമ്പിയൊക്കെ ഇട്ട് കുറേ വർഷം കഴിയുമ്പോൾ വേദനയൊക്കെ മറക്കും. പക്ഷേ മാനസികമായിട്ട് വ്യഥയുണ്ടാക്കുന്ന രീതിയിൽ ഒട്ടേറെ മുറിവുകൾ ഉണങ്ങാതെ എൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. അത് സ്ഥാപനത്തിൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ അതിജീവിക്കും, നമ്മൾ കാലത്തിന് അതിജീവിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്രയും. ഞാൻ പറഞ്ഞില്ല, ഒന്നിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്കും, ഒന്നിൽ നിന്ന് ആയിരങ്ങളിലേക്കും പടർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ നമ്മുടെ സന്ദേശം കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജന. അത്തരം ഒരുപാട് തൊഴിലാളികളുടെയും ഒരുപാട് ഈ പ്രൊഫഷണൽ എൻജിനീയർമാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഹാബിറ്റാറ്റ്. അല്ലാതെ ഇത് അല്ലെങ്കിൽ ഇനി ഏറ്റവും എളുപ്പം ശങ്കർ എന്നുള്ള പേരിൽ എനിക്ക് തന്നെ തുടങ്ങാം, ശങ്കർ ആൻഡ് അസോസിയേറ്റ് എന്നൊരു പ്രൈവറ്റ് കമ്പനിയല്ല, അതല്ല. ഹാബിറ്റാറ്റ് ഒരു ജനത്തിൻ്റെ സ്വപ്നം പ്രതിനിധീകരിക്കുന്നൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഒരു പ്രസ്ഥാനമാണ്, സ്ഥാപനമല്ല, ഒരു പ്രസ്ഥാനമാണ്, ഒരു പീപ്പിൾസ് മൂവ്മെൻ്റായിട്ടാണ് ഞങ്ങളുടെ എല്ലാവരും. ഇറ്റ്സ് എ പീപ്പിൾസ് മൂവ്മെൻറ്റ്. ജനങ്ങളുടെ അഭിലാഷങ്ങളും ആശകളും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീക്ഷയായിട്ട് മാറണമെന്നുള്ള പ്രതീക്ഷിക്കുന്ന
ഒരു സന്നദ്ധ സംഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വോളണ്ടറി ആക്ഷൻസ് ഉള്ളി ആൻസർ എന്ന് വിശ്വസിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഞങ്ങളുടെ കെട്ടിടങ്ങളെ പറ്റി വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഈ സത്ത ഉൾക്കൊള്ളാതെ, നമ്മുടെ ഈ ഇത്തരം കെട്ടിടങ്ങളുടെ സത്ത ഉൾക്കൊള്ളാതെ വന്നിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ സത്ത ചോർത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഈ ഒരു കെട്ടിടത്തിന് പൂശാതിരിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അത് സൗന്ദര്യപരമായ കാരണം കൊണ്ടല്ല നമ്മൾ പൂശാതിരിക്കുന്നത്, നമ്മൾ മെറ്റീരിയലിനെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ടാണ്. ഇഷ്ടിക എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ ചുവന്ന ഇഷ്ടിക എന്ന് പറയുന്നത് നല്ല മനോഹരമായ വസ്തുവാണ് ഞങ്ങൾ കരുതുന്നത്. ആ ഒരു വൊക്കാബുലറി, ആ പദാവലി അംഗീകരിച്ചിട്ടാണ് മിക്കവരും വന്ന് ആദ്യം ഹാബിറ്റേറ്റ് വരുന്നത്. പക്ഷേ വളരെ ദുർബലമായ കാരണങ്ങളാൽ പലപ്പോഴും ഇതെല്ലാവരും, കൂടെയുള്ള ആൾക്കാരെല്ലാം ഇതിനെ വിഷമിക്കും. കാരണം ഇത് 10 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം പോയി ഈഷയിൽ അലിഞ്ഞു പോകും, അല്ലെങ്കിൽ മൺകട്ട ഈ മണ്ണാങ്കട്ടയും കരിയിലെയും അതിൽ കഥ പറഞ്ഞ പോലെ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കും. ഈ മാനസിക ഈ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ പലരും ഒത്തുതീർപ്പുകൾക്ക് വഴി അങ്ങനെ അല്ല. പിന്നെ നമ്മൾ വളരും തോറും, ഞാൻ നേരത്തെ ശത്രു നിറയെ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെ ഭാഷാ പറയുന്നുണ്ട്, ഇവരെ നിറയെ കായ്ക്കുന്ന മരത്തിലല്ലേ നമ്മൾ എറിയുള്ളൂ. അങ്ങനെ ഒരുപാട് ഏഴുകളൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ തളർത്തില്ല. നമ്മൾ ഓരോ പരാജയങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് വേണം. പക്ഷേ തീർച്ചയായിട്ടും ഹാബിറ്റേറ്റ് ഏറ്റവും കഠിനമായിട്ടുള്ള പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം വേറൊന്നും ഉണ്ടായിട്ടില്ല, വർക്കുകളുടെ കുറവല്ല. പക്ഷേ ഒരു കാലത്ത് ഇതിൻ്റെ കടങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞത് സർക്കാർ ജോലികളുടെയൊക്കെ ചെയ്തിട്ട് കിട്ടാത്ത പണം, അതിൻ്റെ ഒരു നീതിരാഹിത്യമുണ്ട് പലപ്പോഴും. അത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ പാളിച്ചയല്ല. പാളിച്ച എന്ന് പറയുന്നത് ഒരു ക്ലാർക്ക്, ഒരു ഉദ്യോഗസ്ഥന്, ഒരു ക്ലാർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്നം മുടക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ക്വറി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ക്വറി അഴിക്കാനായിട്ട് ചിലപ്പോൾ ദശാബ്ദങ്ങൾ വേണ്ടി വരും. ഇതിൻ്റെ നിരന്തരമായിട്ട് ജീവിതകഥയാണ്. അത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഞങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിന് അതിജീവിക്കുവാൻ, പ്രത്യേകിച്ച് പുത്തൻ ലോകത്ത് അതിജീവിക്കാൻ പ്രയാസമാണ്. അപ്പം എന്നിട്ടും അതിജീവനത്തിൻ്റെ ഇതുമായിട്ട് നിൽക്കുകയാണ്. ഇല്ല, പരാജയപ്പെടില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രക്തത്തിലും വിയർപ്പിലും ഒക്കെ പടുത്തുയർത്തിയൊരു പ്രസ്ഥാനം, വ്യക്തമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ പടുത്തുയർത്തിയ പ്രസ്ഥാനം, അതിനെ നിലനിർത്താനായിട്ടുള്ള കഠിന ശ്രമത്തിലാണ്. നിലനിൽക്കും ഇത്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ലാതെ നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ പ്രാർത്ഥന പോലെ, നിലവിളി പോലെ, ദശാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം എത്ര യാഥാർത്ഥ്യമാണെന്ന കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയേ ഉള്ളൂ മനുഷ്യന് വീട് വയ്ക്കാൻ, ഇനി ഒരു വഴിയേ ഉള്ളൂ. അത് സന്തുലിതമായിട്ടുള്ള വാസ്തുശില്പം തന്നെ ആവണമെന്നാണ് നമ്മുടെ ഓരോ കാലഘട്ടവും, ഓരോ കാലാവസ്ഥയും, ഓരോ ജീവിതസാക്ഷികളും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇപ്പം അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മതി. നമുക്ക് ഈ ഹാബിറ്റേറ്റിനെ സംബന്ധിച്ചോളം ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിളക്ക് മരമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷയില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയായിട്ട് വിളക്ക് മരമായിട്ട് നിൽക്കുക. ആ ദൗത്യം എത്ര കഠിനമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയാലും ഞങ്ങൾ നിൽക്കും, ആത്മവിശ്വാസത്തോടെ നിൽക്കും. എൻ്റെ മാത്രമല്ല, ഇത് സമൂഹത്തിൻ്റെ സ്വപ്നമാണ്. ഇപ്പോഴും ആളുകൾക്ക് വേണം ഞങ്ങളെ എന്ന് എനിക്കറിയാം. ഒരുപാട് പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പ് നമ്മളെ ഒരുപാട് ഊർജ്ജം പകരുന്ന കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ വ്യഥ എന്നൊക്കെ നമ്മുടെ മലയാള ഭാഷാ പ്രയോഗമാണ്. അതല്ല, കാത്തിരിപ്പിന് വലിയ സുഖമുണ്ട് സുഹൃത്തുക്കളെ. ആ പുഞ്ചിരി അവശേഷിപ്പിച്ച് ആണ് ഞാനിപ്പോഴും ഈ പ്രതിസന്ധികളിലൂടെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ള വ്യക്തമായ ധാരണയുണ്ട്. ഒന്നെന്ന് വെച്ചാൽ, ഞാൻ ഈ മേഖലയിൽ വരുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമാണെന്ന് ക്ഷമിക്കണം. ഞാൻ അസ്തിത്വ ദുഃഖത്തിൻ്റെ ഒരു തീച്ചൂളയിൽ നിന്നാണ് ജീവിതം നീതീകരിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയോടെ വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ആ ജീവിതത്തെ നീതീകരിക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ സന്നദ്ധ സേവനം ചെയ്യുന്നത്. അത് നീതീകരണമാണ്. നമ്മുടെ ജീവിതത്തിനെ വ്യക്തമായി, നമ്മുടെ ജീവിതത്തിന് അതിനർത്ഥം കൊടുക്കുവാനായിട്ടുള്ള അറിവിലൂടെ, ഞാൻ പഠിച്ച ആർജിത അറിവുകളിലൂടെ അർത്ഥം കൊടുക്കുവാനായിട്ടുള്ള ഒരു യജ്ഞമാണ്. അതാണ് ഈ സംഘടന. ഞാൻ പഠിച്ചത് ഭവന നിർമ്മാണമാണ്, വാസ്തുശില്പമാണ്. ആ വാസ്തുശില്പത്തിൻ്റെ പ്രയോഗ രീതികളിൽ, രീതിശാസ്ത്രത്തിൽ
അതിൽ വ്യത്യാസം ഉണ്ടാക്കുക, ജനങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് നിൽക്കുക. ഇത് മലയാളിക്ക് മാത്രമല്ല, ലോകത്തിന് പ്രതീക്ഷയായിട്ട് നിൽക്കുക. ഇത്രയും ആളുകൾ വിശ്വസിച്ച് ഇനി തുടരും. ഇപ്പം ഹാബിറ്റാറ്റ് തുടരുമോ, ഹാബിറ്റാറ്റിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയാവുന്നതല്ല പ്രശ്നം, ഈ പ്രസ്ഥാനം വളരും എന്നുള്ളതാണ്. അതിനകത്ത് പേരുകളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രസ്ഥാനം വളരും. കുറേ കൂടെ ഒരു ക്ലാരിറ്റിയോടുകൂടി, കുറച്ചുകൂടി വ്യക്തതയോടുകൂടി, ധാരണകളോടുകൂടി ആളുകൾ വരും. ഈ നമ്മളൊക്കെ ക്ഷണികമായിട്ട് ഈ പൊലിഞ്ഞു പോകുന്ന കുറേ ആൾക്കാരാണ്. നമുക്കൊക്കെ ഇത്രയേ ഉള്ളൂ, ഒരു പൊതിച്ചോറ്, ഒരു യാത്രികന് ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന പോലെ, പാതയം കൊടുക്കുന്ന പോലെ ജോലി ചെയ്യുക. ആ ജോലി ഈ മരണം വരെ ചെയ്തുകൊണ്ടിരിക്കും, പിൻവാങ്ങും, അടുത്ത ആൾക്കാർ ഇത് ഏറ്റെടുക്കും, അവർ ഈ പ്രസ്ഥാനം തുടർന്നുകൊണ്ടിരിക്കും.